അത് ചിലര് എന്താ പറയാ, അതെല്ലായിടും ഉള്ളതുപോലെ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതിനെ മൊത്തത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഇൻഡസ്ട്രി മുഴുവനായിട്ട് എല്ലാവരും ഒന്നടക്കം മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരിത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞ കുറച്ച് സമയമെടുക്കും. പക്ഷെ അത് മാറിയിരിക്കും, ഉറപ്പാണ്. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനിയും ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഈ പൂജയെക്കുറിച്ച് ജോൺസേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 30 വർഷമായിട്ടുണ്ടാവും. ഞാൻ അഭിനയത്തിലേക്ക് വന്ന സമയം ആദ്യം ചെന്നൈയിലായിരുന്നു എൻ്റെ അഭിനയം തുടക്കം. മധുമോഹൻ സാറിൻ്റെ അവിടെ ദൂരദർശനായിരുന്നു അന്ന് ആ സമയത്ത്. അതിനുശേഷം എന്നെ കേരളത്തിലേക്ക്, അതായത് ഏഷ്യാനെറ്റിലേക്ക് എന്നെ പരിചയപ്പെടുന്നത് ജോൺസൺ ചേട്ടനാണ്. സമയം എന്ന സീരിയലിൽ അതിലൊരു കുറച്ച് എപ്പിസോഡിൽ മാത്രം വന്നൊരു ക്യാരക്ടറായിരുന്നു, സന്തോഷ് ഏട്ടൻ്റെ സിസ്റ്ററായിട്ട്. അത് ആത്മഹത്യ ചെയ്ത ഒരു ക്യാരക്ടറായി. എന്നെ ഞാൻ ചെന്നൈയിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് കുറച്ച് വളരെ നോട്ടബിൾ ആണ്, എന്നെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഞാൻ ചെയ്തു. പക്ഷെ പിന്നീട് തുടർന്ന് യന്ത്ര മീഡിയ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ എനിക്ക് തോന്നുന്നു 4-5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. സ്ത്രീ, സമയം, സംഗമം, അങ്ങനെ നിരവധി. ജോൺസേട്ടൻ അന്ന് ഓളിനോളാണ് യന്ത്രയിൽ. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ് എൻ്റെ ഫാമിലിയുമായിട്ട്, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അന്ന് തുടങ്ങിയ കുടുംബ ബന്ധമാണ് ശരിക്കും പറഞ്ഞ ജോൺസേട്ടനുമായിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് നമുക്ക് താര വെച്ച് ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമ താരങ്ങളാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അങ്ങനെ കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനടക്കം ജോൺസേട്ടനും ഞങ്ങളൊരു പാർട്ണറുമായിട്ടുള്ള ശ്രീ സെബി ചേട്ടനും എല്ലാവരും കൂടി ഈ കഥ കേൾക്കാനായിട്ട് തയ്യാറായി. കഥ കേട്ടു. സിനിമയ്ക്കുള്ളിലെ സിനിമ, നിരവധി സിനിമകൾ വന്നുപോയി. നിരവധി സിനിമകൾ നമുക്ക് കണ്ടു. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും വളരെ ഉന്നതങ്ങളിലെത്തിയൊക്കെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമ സംസാരിച്ചു തുടങ്ങിയ മുതൽ ഒരു ചിരിയുടെ അംശം ഞങ്ങളുടെ നിർമ്മാതാക്കളിൽ നിന്നും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ പോസിറ്റീവ് നൽകിയൊരു കാര്യമാണ്.